എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ നെയ്യ് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. സൊസൈറ്റിയിൽ നിന്നും പശുവിൻ പാൽ മേടിച്ച് ചെറുതീയിൽ അടുപ്പത്ത് വെച്ച് തിളച്ച് പാകമായി വരുമ്പോൾ പാൽപ്പാട പരന്നു വരും. ഇത് ഇളക്കാതെ അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം. ചൂടാറുമ്പോൾ ഇത് 2-3 മണിക്കൂർ ഇതിൽ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞ് നോക്കിയാൽ ഈ പാൽപ്പാട നല്ല കട്ടിയുള്ള ഒരു ക്രീമായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ക്രീം നല്ലൊരു ബോക്സിലേക്ക് ഇട്ട് അടച്ച് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. ഇങ്ങനെ 3-4 ആഴ്ചയിലെ ക്രീം ശേഖരിച്ചത് ഫ്രീസറിൽ നിന്നും മാറ്റി ആവശ്യത്തിന് തണുക്കാൻ വെച്ചതിന് ശേഷം മിക്സിയിലേക്കിട്ട് തണുത്ത ഐസ് വാട്ടർ ഒഴിച്ച് അടിക്കുക. ആദ്യം സ്പീഡിലും പിന്നെ ചെറുതായി കറക്കി അടിക്കുക. നോക്കുമ്പോൾ മിക്സിയിൽ വെണ്ണ കട്ടിയായിട്ടുണ്ടാവും. അത് കൈകൊണ്ടെടുത്ത് ഉരുട്ടി ഐസ് വാട്ടർ ഒഴിച്ച പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. അങ്ങനെ ഫുൾ ക്രീമും വെണ്ണയാക്കി എടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെണ്ണ അതിലേക്കിട്ട് ചെറുതീയിൽ ഒരു തവിയും കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറേ നേരം ഇളക്കി കഴിയുമ്പോൾ വെണ്ണയിൽ നിന്നും നെയ്യ് തെളിഞ്ഞ് നെയ്യ് പാകമായെന്നറിയാൻ ഇളക്കിക്കൊണ്ടിരുന്ന അതിൽ നിന്നും കക്കനെടുത്ത് കയ്യിൽ വെച്ചാൽ അത് പൊടിഞ്ഞു പോകുന്ന പരുവത്തിലാണെങ്കിൽ നെയ്യ് പാകമായി എന്നാണ്. പാകമായ നെയ്യ് തണുത്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കടകളിൽ നിന്നും മേടിക്കുന്ന നെയ്യിനേക്കാൾ ഈ കലർപ്പില്ലാത്ത ഈ നെയ്യ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് തൃപ്തിയോടെ നമുക്ക് കൊടുക്കാം. വെണ്ണ എടുത്ത പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒഴിച്ച് വെച്ചാൽ സംഭാരമായും മോരായും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യൂ.